ഞാൻ എന്ത് ചെയ്യാനാണ് സുലോ ഇതിന്റെ അടുത്ത് കായ് വേണ്ട? അതൊന്നും ഇല്ല മേഡം, കായ് എന്ന പ്രശ്നമല്ല. ഫസ്റ്റ് ധൈര്യം വേണം, പിന്നെ ഫോക്കസ് വേണം. അത് ഇടണമെന്നുള്ള എന്നാ പറയാ നിർബന്ധങ്ങൾ ഇടാം. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ എന്റെ കൂടെ ഉള്ളത് റെജിമോൻ കേട്ടോ. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലും അതുപോലെ പത്രത്തിലും കണ്ടിട്ടുണ്ടാവും. 1.5 കിലോ സ്വർണം മേത്ത് ധരിച്ചിട്ട് യാതൊരു പ്രൊട്ടക്ഷൻ അല്ലാതെ ഒറ്റയ്ക്ക് സ്വന്തം വാഹനം ഓടിച്ചിട്ട് എവിടുന്നാ വരുന്നത്? ഷിമോഗ കർണാടക. ഇപ്പം വരുന്നത് ഷിമോഗ കർണാടകയിലാണ് വന്നിട്ടുള്ളത്. കൽപ്പറ്റ വയനാട് ജലയന്ത്ര സ്റ്റേഡിയത്തിലാണ് ഉള്ളത്. അപ്പൊ സാറ് ഇവിടെ എന്തിനു വേണ്ടി വന്ന? ഞാനിവിടെ പങ്കെടുക്കാൻ വന്നതാ സ്പോർട്സിന്. എന്റെ ഇവന്റ് ഹൈ ജമ്പ് ഹർഡിൽസ് ആണല്ലേ? ഉച്ചക്കുണ്ട് ഉണ്ടല്ലേ? അപ്പൊ ഹൈ ജമ്പിൽ പങ്കെടുക്കാൻ വന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് സാറേ ഇവന്റ് ഉണ്ട് കേട്ടോ, പരിപാടി ഉണ്ട്. എന്തായാലും വലിയൊരു സംഭവം കേട്ടോ. അത് നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചകൾ തന്നെയാണ്. നമുക്കറിയാലോ ഇന്നത്തെ സ്വർണത്തിന്റെ ഗോൾഡിന്റെ വിലയും കാര്യങ്ങളൊക്കെ. എന്തായാലും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ ഇയാൾ കാണിക്കുന്ന ധൈര്യം അത് നമുക്ക് സമ്മതിക്കാതെ. ഞാൻ ഒന്ന് പറയട്ടെ, ധൈര്യം നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പിന്നാലെ എല്ലാ ഭീഷണിപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്റെ പിന്നാലെ എന്തിനാ വരാത്ത ആൾക്കാർ? എനിക്ക് ധൈര്യമുണ്ട്. അവർക്കറിയാം ഇത്രയും ഇട്ടതിന്റെ ശേഷം ഞാൻ ഒന്നും ഇല്ലാണ്ട് വരില്ലെന്നുള്ള പേടിയുണ്ട്. നിങ്ങൾ പേടിക്കരുത്. എന്തിനാ പേടിക്കണ്ടെന്ന്? അവർക്ക് പേടിയില്ലാതെ നമുക്ക് എന്തിനാ പേടി? അതെനിക്ക് ദൈവത്തിനൊരു അനുഗ്രഹം, എക്സ്ട്രാ അനുഗ്രഹം വിചാരിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. 2.5 കിലോന്റെ ഗോൾഡ് ഉണ്ട്. ഇപ്പോ നാട്ടിലല്ല, ഓൾ ഓവർ ഇന്ത്യ ഞാൻ ഇങ്ങനെ നടക്കുക. ലാസ്റ്റ് വീക്ക് സൂറത്തായിരുന്നു. അവിടെ സ്പോർട്സിന് പോയതാ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് പോയിട്ട് വന്നു. അപ്പോ സാറിന് ഫാമിലി ആരൊക്കെ ഉണ്ട്? എനിക്ക് എന്റെ ഒരു മോനേ ഉള്ളൂ. മോൻ ജോലി ചെയ്യുന്ന ബാംഗ്ലൂരിൽ. നമ്മളെ വൈഫ് റൊട്ടേറിയൻ ആണ്, റോട്ടറി ക്ലബിന്റെ മെമ്പറാണ്. റൊട്ടേറിയൻ ആണ്, വീട്ടിലുണ്ട്. റോട്ടറിന്റെ സംബന്ധപ്പെട്ടിട്ട് കൗൺസിലിംഗെല്ലാം കൊടുക്കും. പ്രോപ്പർട്ടിയിൽ എന്റെ ഷിമോഗയാണ്, കർണാടകയാണ്. കുറച്ച് കാപ്പിത്തോട്ടമുണ്ട് അച്ഛന്റെ, ഒരു 22 ഏക്കർ. അത് നമ്മൾ ഇതിന് ലീസിന് കൊടുത്തതാണ്. ബാക്കിയെല്ലാം അങ്ങനെ പോകുന്നു. അല്ല, സാധാരണ ഇപ്പൊ നമ്മളൊരു 5 പവനോ 10 പവനോ ഒക്കെ ഉണ്ടെങ്കിൽ ലോക്കറിൽ കൊണ്ടേ വെക്കുക. അതാണ് നാഷണൽ വേസ്റ്റ്. എന്തിനാ മേടിക്കുന്നത്? മേടിക്കണ്ട, മേടിച്ച് ഇടണോ? വെറുതെ നിങ്ങൾ മേടിച്ചിട്ട് ലോക്കറിൽ വെച്ചാൽ നാഷണൽ വേസ്റ്റ് അല്ലേ? ഒരു ഉപകാരം ഇല്ല. അതെന്റെ ഇതിൽ അത് നാഷണൽ വേസ്റ്റ് ആണ്. ബാക്കി എന്നാ എനിക്കറിയാം, ഡിബേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ഞാൻ സ്വതവേ എന്റെ ഓൾമോസ്റ്റ് ഗോൾഡ് എന്റെ മേലെ ദിവസം ഉണ്ടാവും. ഇതില്ലാണ്ട് ഞാൻ പുറത്ത് വരില്ല. അപ്പൊ സാറ് നൈറ്റിലൊക്കെ ആണെങ്കിലോ? ഇല്ല, വൈകുന്നേരം ആയിക്കോ. പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള നെക്സ്റ്റ് ഡേ പിന്നെ രാവിലെ വരും. എന്തായാലും ഈ സ്പോർട്സിനോട് കാണിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വലിയൊരു സംഭവം. സ്പോർട്സിനെ കൊണ്ടാണ് എനിക്ക് ഈ ധൈര്യം. അത്ര ഞാൻ പറയുന്നത്. ഞാൻ 10-35 വർഷമായി സ്പോർട്സ് ഫീൽഡില്. എവിടെ മീറ്റ് ഉണ്ടെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ കാണാനെങ്കിലും പോകും. സാറിന് ഇപ്പൊ എത്ര ഏജായി? 55 വയസ്സല്ലേ? 55 വയസ്സ്. എനിക്കും 55 വയസ്സാട്ടോ. എന്റെ മേത്ത് ഒരു തരി തുറന്നല്ലോ കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അതെല്ലാം ഓരോരാളത് അതെന്നാ പറയാ, തലയിലെഴുത്തെന്ന് പറയാം. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. നിറച്ച മോതിരൊക്കെ ആണല്ലോ. 17 മോതിരുണ്ട്. ഇതാണ് എന്റെ കമ്പനി. എന്റെ കമ്പനി ഒന്ന് കാണിച്ചോളി കേട്ടാ. ഇത് തൃശ്ശൂർ ബേസ് കമ്പനിയാണ്. ആ കമ്പനിന്റെ വൺ ഓഫ് ദ ഡയറക്ടറാണ് ഞാൻ. റെഡ് ലാൻഡ്സ് ആഷ്ലിംഗ് മോട്ടോഴ്സ് ആണ് കമ്പനി. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു.